Hi friends, welcome back to my channel Sims Nurses Corner. നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിന്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൺലി 1 ഡേയ്സ് ഇനിയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ഓറൽ പോളിയോ വാക്സിൻ ഡിസ്കവേർഡ് ബൈ സാബിൻ. Okay, Sabin. Oral polio vaccine is a live attenuated vaccine. Example for live attenuated vaccine ആണ് oral polio vaccine. ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ എല്ലാ കിൽഡ് വാക്സിൻ ലൈവ് വാക്സിൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. നെക്സ്റ്റ് സാൽക്ക് വാക്സിൻ, അത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ് സാൽക്ക് വാക്സിൻ അല്ലെങ്കിൽ IPV. ഓക്കെ, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഈസ് അതർവൈസ് നോൺ ആസ് IPV, സാൽക്ക് വാക്സിൻ. ഓക്കെ, സാബിൻ സാൽക്ക് രണ്ട് സയന്റിസ്റ്റുകളാണ് ഇത് ഐഡന്റിഫൈ ചെയ്ത്, അവരുടെ പേരാണ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് സാൽക്കും സാബിന്. സാബിൻ എപ്പോഴും ലൈവ് വാക്സിനും സാൽക്ക് വാക്സിൻ ഇനാക്ടിവേറ്റഡ് വാക്സിനുമാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഡോസസ് ഓഫ് വൈറ്റമിൻ എ സിറപ്പ് 5 ഇയർ ചൈൽഡ് ഡസ് റിസീവ്. അതായത് 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് എത്ര ഡോസസ് ഓഫ് വൈറ്റമിൻ എ സിറപ്പ് കിട്ടിയിട്ടുണ്ടാകണം എന്നതാണ് ക്വസ്റ്റ്യൻ. 9 ഡോസസ് കിട്ടിയിരിക്കണം. അതായത് 6 മന്ത് മുതൽ എവറി 6 മന്ത് ആകുമ്പോഴേക്കും വൈറ്റമിൻ എ സിറപ്പ് കൊടുക്കണം. അതാണ് ഡോസ്. ഓക്കെ, എവറി 6 മന്തിൽ വൈറ്റമിൻ എ സിറപ്പ് കൊടുക്കണം. ഓക്കെ, വൈറ്റമിൻ എ എന്തിനാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സീറോഫ്താൽമിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാക്സിനേഷൻ റീസെൻ്റ്ലി റെക്കമെൻഡഡ് ഫോർ അഡലസെൻറ്റ് ഗേൾസിന് റീസെൻ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വാക്സിൻ ഏതാണ്? റുബല്ലയാണ്. ഓക്കെ, റുബല്ല വാക്സിൻ എന്തിനാണ്? നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് മദേഴ്സിന്, പ്രഗ്നൻറ്റ് ലേഡീസിന് റുബല്ല ഉണ്ടാകുന്ന പ്രഗ്നന്റ് ലേഡീസിനുള്ള മദറിന്, ഫീറ്റസിന് സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്, സിവിയർ കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുബല്ല വാക്സിൻസ് അഡലസെൻറ്റ് ഗേൾസിന് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, 10 ഇയർ അല്ലെങ്കിൽ 5 ഇയർ 10 ഇയർ ചൈൽഡിന് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് TT ആണ്. ഓക്കെ, TT ആണ് ബൂസ്റ്റർ ഡോസ് 5 ഇയർ ആൻഡ് 10 ഇയർ ചൈൽഡിന് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് മന്ത്. ഏത് മന്തിലാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്? നവംബർ ടു ഫെബ്രുവരി ആണ്. ഓക്കെ, നവംബർ ടു ഫെബ്രുവരി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി മന്ത് ഓഫ് നവംബർ ടു ഫെബ്രുവരി. ഓക്കെ, നെക്സ്റ്റ് വൺ, ILR, ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചർ. ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ വാക്സിൻ കോൾഡ് ചെയിനിൽ വരുന്നതാണ്. കോൾഡ് ചെയിൻ എന്ന് വെച്ചാൽ വാക്സിൻ സ്റ്റോറേജിൽ വരുന്നത്. അതിലൊരു ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണ് ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ. എക്സാമ്പിൾ PHCയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റേഴ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ വാക്സിൻസിൻ്റെയും ടെമ്പറേച്ചർ 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റോറേജ് ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോസ് ഓഫ് ഹ്യൂമൻ ആൻറ്റി റാബിസ് സിറം. ഓക്കെ, ഡോസ് ഓഫ് ഹ്യൂമൻ ആൻറ്റി റാബിസ് സിറം. ആൻറ്റി റാബീസ് ഏതിനാണ്? പേവിഷബാധയ്ക്ക്, റാബീസിന് കൊടുക്കുന്ന ആൻറ്റി റാബീസ് വാക്സിൻ്റെ സിറത്തിൻ്റെ ഡോസ് എത്രയാണ്? 20 international unit per kg ആണ്. ക്വസ്റ്റ്യൻ ആണ്. ഡോസ് 20 international unit per kg ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാക്സിൻ വയൽ മോണിറ്റർ വിച്ച് ഈസ് ടു ബി ഡിസ്കാർഡഡ്. അതായത് വാക്സിൻ്റെ വയൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അത് ഡാമേജ്ഡ് ആയതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡിംഗ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് ഡിസ്കാർഡ് ചെയ്യണമെന്നുള്ളതാണ്. സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. അതിൽ 3 and above, 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ വാക്സിൻ യൂസ് ചെയ്യാൻ പാടില്ല, ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ പിക്ചർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ എ ഡോസ് ഗ്രേറ്റർ ദാൻ 1 ഇയർ ചൈൽഡ്. 1 ഇയർ ചൈൽഡിന് എബോ ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള വൈറ്റമിൻ എ ഡോസ് 2 lakhs international യൂണിറ്റ് ആണ്. ഓക്കെ, ഓറൽ ഡോസ് ആണ്. 2 lakhs international യൂണിറ്റ് ആണ് കൊടുക്കുന്നത് 1 ഇയർ ചൈൽഡ്, എബോ 1 ഇയർ ഓൾഡ് ചൈൽഡിന്. ഓക്കെ, നെക്സ്റ്റ് വൺ, മിസ്ഡ് 1, 2, 3 ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ് DPT ക്യാൻ ബി ഗിവൺ അപ് ടു. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് DPT വാക്സിൻസ് എടുക്കാത്ത കുഞ്ഞുങ്ങൾക്ക് 7 ഇയേഴ്സ് വരെ അതിൻ്റെ ഡോസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഇയർ വരെ എടുക്കുക എന്നുള്ളത്? 7 ഇയർ വരെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വാക്സിൻ വയൽ മോണിറ്റർ. ഇത് കണ്ടോ, ഈ ഒരു സിമ്പിളാണ് അതിൻ്റെ വയൽ. ഇങ്ങനെ ഒരെണ്ണം വയലിൻ്റെ പുറത്ത് കാണും, വൈറ്റും ആഷ് കളർ സറൗണ്ടിങ്. ഫസ്റ്റ് വൺ ഗുഡ് ആണ്, ഇനി സെക്കൻഡ് വണ്ണും ഗുഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് സെൻട്രൽ സ്ക്വയർ ഈസ് ലൈറ്റർ ദാൻ ദി സറൗണ്ടിങ് സർക്കിൾ. അതായത് സറൗണ്ടിങ് സർക്കിളിനേക്കാളും ലൈറ്റർ ആയിരിക്കണം സെൻട്രൽ സർക്കിൾ. ഓക്കെ,
ആ ഒരു കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട സെയിം ആസ് ദാറ്റ് സറൗണ്ടിങ് കളറിനെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് തേർഡ് സ്റ്റേജ്. ഓക്കെ, ഫോർത്ത് സ്റ്റേജ് സെൻറ്റർ ബ്ലാക്ക് ആകുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് യൂസ് ചെയ്യാൻ പാടില്ല. സെൻറ്റർ സ്റ്റേജ് സറൗണ്ടിങ് സ്റ്റേജിനേക്കാളും ലൈറ്റ് ആകുന്ന സിറ്റുവേഷനിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തേർഡും ഫോർത്തും യൂസ് ചെയ്യാൻ പാടില്ല, ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ഇനി DPT അതിൻ്റെ വാക്സിൻ ഫ്രീസ്ഡ് ആയിപ്പോയാൽ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഡിസ്കാർഡ് ചെയ്യണം, യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വൺസ് ഫ്രീസ്ഡ് ആയിക്കഴിഞ്ഞാൽ DPT വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എപ്പോഴൊക്കെയാണ് DPT വാക്സിൻ കൊടുക്കുന്നത്? 6th വീക്ക്, ഫസ്റ്റ് ഡോസ് 6th വീക്ക്, സെക്കൻഡ് 10th, തേർഡ് 14th, ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് 18 മന്തിലാണ്. ഓക്കെ, 18 മന്ത് അതായത് 1.5 വയസ്സിൽ. സെക്കൻഡ് ബൂസ്റ്റർ 5th ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ DT. ഓക്കെ, 10th ഇയറിൽ TT കൊടുക്കും. ഫോർത്ത് ബൂസ്റ്റർ 16th ഇയറിൽ TT. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോസ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 6th, 10th, 14th അങ്ങനെ വരും, ഓരോ മാസം ഇടവിട്ട്. ഓക്കെ, 16th 1.5 മാസം, 2.5 മാസം, 3.5 മാസം അങ്ങനെ വരും. ഓക്കെ, ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് വരുന്നത് 18th മന്ത് 1.5 വയസ്സിലാണ്. പിന്നെ 5th ഇയറിലാണ്, 10th ഇയറിൽ, 16th ഇയറിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടീഷൻ ഇൻ വിച്ച് സിംഗിൾ വെസൽ ഓവർറൈഡ്സ് വിത്ത് ബോത്ത് വെൻട്രിക്കിൾ. ഒരു സിംഗിൾ വെസൽ, നമുക്ക് സാധാരണ പൾമണറി ആർട്ടറി ഉണ്ട്, അയോർട്ട ഉണ്ട്. അതിന് പകരം ഒരു സിംഗിൾ വെസലേ ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ അയോർട്ട അല്ലെങ്കിൽ പൾമണറി ആർട്ടറി. അങ്ങനെ ഒരു കണ്ടീഷനാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഇതൊരു സൈനോട്ടിക് കണ്ടീഷനാണ്. ഞാൻ സൈനോട്ടിക് ഡിസീസ്, ഹാർട്ട് ഡിസീസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രങ്കസ് ആർട്ടീരിയോസിസ്. അതിൻ്റെ പിക്ചർ കാണിച്ചിട്ട് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ വെസൽ ഓവർറൈഡ്സ് ബോത്ത് വെൻട്രിക്കിൾ, ട്രങ്കസ് ആർട്ടീരിയോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സെഡ് ടു ബി ഹാർട്ട് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്. ഏത് കമ്മ്യൂണിക്കേഷനാണ് നഴ്സിംഗ് പ്രാക്ടീസിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ? അത് ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്. ഓക്കെ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ അതായത് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഓവർ കൊടുക്കുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പ് വരുന്ന സമയത്താണ് നമുക്ക് പല ഡേറ്റാസും മിസ്സാകുന്നത്. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് നഴ്സിംഗിലെ ഹാർട്ട് ഓഫ് നഴ്സിംഗ് എന്ന് പറയും, ഹാർട്ട് ഓഫ് നഴ്സിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ MRSA, മെത്തിലിൻ റെസിസ്റ്റഡ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. MRSA നേസൽ കാരിയർ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് 1% മിപ്രോസിൻ വെച്ചിട്ടാണ് MRSA നേസൽ കാരിയേഴ്സ്. അത് നമുക്ക് MRSA പോസിറ്റീവായ പേഴ്സണിന് 7 days ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉള്ളതൊക്കെ നമുക്കറിയാം. അത് മിപ്രോസിൻ വെച്ചിട്ട് നേസൽ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് 1% മിപ്രോസിൻ ചോദിച്ചിട്ടുണ്ട്. 1% 10% തന്നിരിക്കും, 1% ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ 1% ആണ്. നെക്സ്റ്റ്, ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് തെറാപ്പി യൂസ്ഡ് ഫോർ. ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് തെറാപ്പീസ് യൂസ്ഡ് ഫോർ കാർഡിയോജനിക് ഷോക്ക്. ഓക്കെ, സഡൻ ഷോക്കാണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. കാർഡിയക് അറസ്റ്റ് വരുന്ന ഒരു കണ്ടീഷനാണ്. അതിന് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് തെറാപ്പി. നെക്സ്റ്റ് വൺ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദി ഇയർ 1947. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് തന്നെയാണ് WHO ഓർഗനൈസേഷൻ. 1947 അത് ജനീവയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ജനീവയിലാണ്. നെക്സ്റ്റ് വൺ, യൂണിസെഫ്. വാട്ട് ഈസ് യൂണിസെഫ്? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. അത് 1946 ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1946. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. ഇതിൽ രണ്ടും ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇയറും ഹെഡ് ക്വാർട്ടേഴ്സും. ഓക്കെ, WHO 1947 യൂണിസെഫ് 1946 WHO ജനീവയിലും യൂണിസെഫ് ന്യൂയോർക്കിലുമാണ്. മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ബാറ്ററി. വാട്ട് ഈസ് ബാറ്ററി? അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ടു അനദർ പേഴ്സൺ വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. ഒരു ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ മറ്റൊരു വ്യക്തിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. യൂഷ്വലി ഇത് മെൻ്റൽ പേഷ്യൻസിനൊക്കെ വരുന്ന ഒരു കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെൻ്റൽ പേഷ്യൻസ് ആണ്. അത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കണമെന്നില്ല. ജസ്റ്റ് ഒരു പോകുന്ന വഴിക്ക് കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടി ഫോഴ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ അതും ഒരു ബാറ്ററിയാണ്. ഓക്കെ, അതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇമേജ് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. വാട്ട് ഈസ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്? നോ A, B ആൻഡ് H ആൻറ്റിജൻ. ഓക്കെ, എയും ബിയും H ആൻറ്റിജനും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പിനെയാണ് ബോംബെ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, ട്രങ്കസ് ആർട്ടീരിയോസിസ്. കണ്ടോ, ഇതിവിടെ നമ്മൾ അയോർട്ടയും പൾമണറി ആർട്ടറിയും ഉണ്ട്, അയോർട്ടയും ഉണ്ട്. ഈ ഒരു ട്രങ്കസ് ആർട്ടീരിയോസിൽ ഓൺലി അയോർട്ട മാത്രമേ ഉള്ളൂ. കണ്ടോ, അയോർട്ടയാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് പൾമണറി ആർട്ടറി ലങ്സിലേക്കും
ബോഡിയിലേക്കും പോകുന്നത്. ഇതുകൊണ്ടാണ് ഇത് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണെന്ന് പറയുന്നത്. മിക്സിംഗ് ഓഫ് പ്യൂർ ആൻഡ് ഇംപ്യൂർ ബ്ലഡ് ഇവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ അതാണ് ബാറ്ററിക്ക് എക്സാമ്പിൾ. ബാറ്ററി ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എനി അൺലോഫുൾ ഫോഴ്സ് ഇൻക്ലൂഡിങ് ഈവൻ ദി സ്ലൈറ്റസ്റ്റ് ടച്ച്. കണ്ടോ, ഇങ്ങനെ ഒരു പേഴ്സണിന് ഇഷ്ടമില്ലാത്തൊരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അതിനെ ബാറ്ററി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ്, ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡീസ്. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എ ബ്ലഡ് ഗ്രൂപ്പിൽ എയും എച്ചും ആൻറ്റിജൻസ് ഉണ്ട്, ആൻറ്റിബോഡി ബി ആണുള്ളത്. ഓക്കെ, ബി ഗ്രൂപ്പിൽ ബിയും എച്ചും ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി എ ആണുള്ളത്. ഓക്കെ, എ ബിയിൽ എ ബി എച്ച് ഉണ്ട്, ആൻറ്റിബോഡി പ്രസൻ്റ് അല്ല. ഒയിൽ എച്ച് ആൻറ്റിജൻ ആണുള്ളത്, അത് യൂഷ്വലി എച്ച് ആൻറ്റിജൻ വലിയ റിയാക്ഷൻ ഇല്ലാത്തതാണ്. ഓക്കെ, ദെൻ ആൻറ്റിബോഡീസ് എ ബി ആണുള്ളത് ഓയിൽ. ഓക്കെ, ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബോത്ത് ആൻറ്റിബോഡി എ ആൻഡ് ബി ഉണ്ട്. നെക്സ്റ്റ് വൺ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പിലാവുമ്പോൾ എയും ഇല്ല എച്ചും ഇല്ല ബിയും ഇല്ല, ബട്ട് ആൻറ്റിബോഡീസ് 3 ഉണ്ട്. ഓക്കെ, മാറിപ്പോരുത്, ആൻറ്റിബോഡീസ് 3 പ്രസൻ്റ് ആണ്, ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, റോസ് പ്രൊസീജിയർ. വാട്ട് ഈസ് റോസ് പ്രൊസീജിയർ? പൾമണറി ഓട്ടോഗ്രാഫ്റ്റ് ഫോർ അയോട്ടിക് വാൾവ് റീപ്ലേസ്മെൻറ്റ്. അതായത് അയോട്ടിക് വാൾവിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പേഷ്യൻ്റെ തന്നെ ഓൺ പൾമണറി വാൾവ് എടുത്ത് ഫിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ പൾമണറി വാൾവ് അവരുടെ പൾമണറി വാൾവിന് പകരം ഒരു കടാവർ എന്ന് അവിടെ പൾമണറി വാൾവ് ഫിക്സ് ചെയ്യും. മനസ്സിലായോ? റോസ് പ്രൊസീജിയർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് അയോട്ടിക് വാൾവ് റീപ്ലേസ്മെൻറ്റ് വരുന്ന പേഷ്യൻറ്റിന് അവരുടെ പൾമണറി വാൾവ് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് പകരം പൾമണറി വാൾവ് ഒരു കടാവറന്ന് എടുത്ത് പ്ലേസ് ചെയ്യുന്നതാണ് റോസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ബെക്സ് ട്രയാഡ്. വാട്ട് ഈസ് ബെക്സ് ട്രയാഡ്സ്? അത് കാർഡിയാക് ടാമ്പോനേറ്റിൻ്റെ ഒരു സിംറ്റമാണ്. 3 സിംറ്റംസ് ആണ്, കാർഡിനൽ സിംറ്റംസ് ആണ് ബെക് ട്രയാഡ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇമേജ് അനുസരിച്ച് മനസ്സിലാവും. ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ, മഫിൾഡ് ഹേർട്ട് സൗണ്ട്. ഇത് 3ആണ് അതിൻ്റെ ബെക്സ് ട്രയാഡിൽ വരുന്നത്. ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ, മഫിൾഡ് ഹാർട്ട് സൗണ്ട്. ഓക്കെ, മഫിൾഡ് മീൻസ് ഡിക്രീസ്ഡ് ഹാർട്ട് സൗണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോ സൗണ്ട് ആയിരിക്കും. ഓക്കെ, മഫിൾഡ് ഹാർട്ട് സൗണ്ട്, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ, മഫിൾഡ് ഹാർട്ട് സൗണ്ട്. ഇതാണ് ബെക്സ് ട്രയാഡ് വരുന്നത്. നെക്സ്റ്റ് വൺ, റെസ്പിറേറ്ററി പാറ്റേൺ ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ്ഡ് ICP. ഇൻക്രീസ്ഡ് ICP ഉള്ള ഇൻക്രീസ്ഡ് ICPയിൽ റെസ്പിറേറ്ററി പാറ്റേൺ എങ്ങനെയായിരിക്കും? സ്ലോ ഇറഗുലർ റെസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, സ്ലോ ഇറഗുലർ റെസ്പിറേഷൻ ആയിരിക്കും ഇൻക്രീസ്ഡ് ICPയിൽ. ഓക്കെ, ദെൻ കാർഡിയാക് മസിൽ ഡിഫർ ഫ്രം അതർ സ്കെൽറ്റൽ മസിൽസ്. കാർഡിയാക് മസിൽസ് എങ്ങനെയാണ് അതർ സ്കെൽറ്റൽ മസിൽസിൽ നിന്ന് ഡിഫർ ആകുന്നത്? ബൈ ഇറ്റ്സ് ഓട്ടോമാറ്റിസിറ്റി ആൻഡ് റിതമിസിറ്റി. ഓക്കെ, ഓട്ടോമാറ്റിസിറ്റി ഉണ്ട്, റിതമിസിറ്റി ഉണ്ട്. നമ്മുടെ കാർഡിയാക് മസിൽസിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പറയുക, ആ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഓട്ടോമാറ്റിസിറ്റി, റിതമിസിറ്റി. അതായത് റിതമിസിറ്റി എന്താണ്? നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് അതിൻ്റെ റിതം കൂട്ടാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. സ്ട്രെസ് കുറയുന്ന സമയത്ത്, സ്ലീപ്പിങ്ങിൻ്റെ സമയത്ത് റിതം കുറച്ച് കാർഡിയാക് മസിലിൽ വർക്ക് ലോഡ് കുറയ്ക്കാനുള്ള കപ്പാസിറ്റി കാർഡിയാക് മസിലിനുണ്ട്. അതാണ് മറ്റുള്ള സ്കെൽറ്റൽ മസിലിനേക്കാളും കാർഡിയാക് മസിലിനുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ആക്ഷൻ ഓഫ് നേഴ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ECG. ഒരു സ്ട്രെയിറ്റ് ലൈൻ ECG കാണുമ്പോൾ നേഴ്സ് എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ECG യൂഷ്വലി എന്താണ് കാണിക്കുന്നത്? എസിസ്റ്റോൾ ആണ് കാണിക്കുന്നത്, അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേഷ്യൻ്റെ റെസ്പോൺസ് അസസ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ്? മേ ബി അത് ECG മെഷീൻ്റെ എറർ കൊണ്ടായിരിക്കും അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരുന്നത്. പേഷ്യൻ്റെ റെസ്പോൺസ് എപ്പോഴും ചെക്ക് ചെയ്തതിന് ശേഷമേ ഫർദർ മൂവ്മെൻറ്റിലേക്ക് പോകാവൂ. ഓക്കെ, ഫർദർ ഹെൽപ്പ് എടുത്തുകൊണ്ട് CPR ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഇതിലേക്ക് പോകണം. ഓക്കെ, പൾമണറി റെസിസ്റ്റേഷനിലേക്ക് പോകണം പേഷ്യൻ്റ് സ്ട്രൈറ്റ് എസിസ്റ്റോൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് അസസ് ദി പേഷ്യൻ്റ് റെസ്പോൺസ് ആണ് ഫസ്റ്റ് നഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നോർമൽ CSF ഗ്ലൂക്കോസ് ലെവൽ. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, normal CSF glucose level is 45 to 75 milligram per deciliter. Okay, 45 to 75 milligram per deciliter. Okay, ഇനി ഗ്ലൂക്കോസ് നമ്മൾ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്, വൈറൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാൻ ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഗ്ലൂക്കോസ് ലെവലിൽ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ബാക്ടീരിയൽ ആണെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കുറവായിരിക്കും, അതേസമയം വൈറൽ ആണെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിരിക്കും.
അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ഗ്ലൂക്കോസ് ലെവൽ ഇത്രയാണ്, ഇത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണോ വൈറൽ മെനിഞ്ചൈറ്റിസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 45 to 75 ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് വൺ കെമിക്കൽ സ്റ്റെറിലന്റ് യൂസ്ഡ് ഫോർ പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. ഓക്കെ, ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, ഞാൻ പോയിന്റ്സ് ആയിട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാർഡിയാക് ടാമ്പോനോയിഡിന്റെ ബെക്സ് ട്രയാഡ്. കാർഡിയാക് ടാമ്പോനോയിഡ് എന്താണ് കണ്ടീഷൻ? പ്ലൂറൽ എഫ്യൂഷൻ അതുപോലെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിൽസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഹാർട്ടിന് ഇനഫ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാർഡിയാക് ടാമ്പോനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാർഡിനൽ സിംറ്റംസ് ആണ് ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ, ഹൈപ്പോടെൻഷൻ, മഫിൾഡ് ഹേർട്ട് സ്റ്റോൺസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു പിക്ചറിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിൽ ഓർത്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ചർ എടുത്തിട്ടിരിക്കുന്നത്. മഫിൾഡ് ഹേർട്ട് ടോൺസ്, ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ, ഹൈപ്പോടെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്ഡ് ICPയും ഷോക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഒന്നിനൊന്നിന് ഓപ്പോസിറ്റ് ആണ്. സിംറ്റംസ് ഓഫ് ICP ആർ ഓപ്പോസിറ്റ് ഓഫ് ഷോക്ക് ആണ്. ഓക്കെ, നമുക്ക് ICP ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷോക്ക് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ICP എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഷോക്കിൽ നമുക്ക് എപ്പോഴും അറിയാം BP റെഡ്യൂസ് ആയിരിക്കും, BP എപ്പോഴും കുറവായിരിക്കും, ഹൈപ്പോടെൻഷൻ എപ്പോഴും ഉണ്ടാവും ഷോക്കിൽ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ബോഡി പൾസ് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അപ്പോൾ പൾസ് ഇൻക്രീസ് ചെയ്യും, ടക്കിക്കാർഡിയ ഉണ്ടാവും. അതുപോലെ റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടക്കിപ്നിയ, ടക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ഇതാണ് ഷോക്കിൻ്റെത്. നേരെ ഓപ്പോസിറ്റാണ് ICPയിൽ. പൾസ് ഡിക്രീസ് ചെയ്യും, റെസ്പിറേഷൻ ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ BP ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കുഷിൻ ട്രയാഡ് എന്നാണ് അറിയപ്പെടുന്നതിന്. കുഷിൻ ട്രയാഡ്, നേരത്തെ ബെക്സ് ട്രയാഡ് ചോദിച്ച പോലെ കുഷിൻ ട്രയാഡായിട്ട് അറിയപ്പെടുന്നത് ഇൻക്രീസ് BP, ഡിക്രീസ്ഡ് പൾസ് ആൻഡ് റെസ്പിറേഷൻ. ഓക്കെ, മറന്നു പോരുത്, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഷോക്കിലെ BP റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. എന്തായാലും BP റെഡ്യൂസ് ചെയ്യും. ആ സമയത്ത് നമ്മളെ ബോഡി സ്വാഭാവികമായിട്ട് റെസ്പിറേഷനും പൾസും കൂട്ടും, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ICP എന്ന് ഓർത്ത് വയ്ക്കുക, അതാണ് കുഷിൻ ട്രയാഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ അമിനോ ആസിഡ് ഡെഫിഷ്യൻ്റ് ഇൻ വീറ്റിനകത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ലൈസിൻ ആണ്. ഓക്കെ, ലൈസിൻ. അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഇൻ ഗവൺമെന്റ് സപ്ലൈ കണ്ടെയ്ൻസ്, അതായത് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്ന അയൺ ആൻഡ് ഫോളിക് ആസിഡിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? 100 milligram ഓഫ് എലിമെന്റൽ അയൺ ആൻഡ് 500 microgram ഓഫ് ഫോളിക് ആസിഡ്. 500 to 600 വരെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, 100 milligram ഓഫ് അയണും 500 microgram ഓഫ് ഫോളിക് ആസിഡ്. ഗവൺമെന്റ് സപ്ലൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാല്യൂ എഴുതുക. അതല്ല പ്രഗ്നന്റ് ലേഡീസിന് എത്രയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 to 600 വരെ വരുന്നുണ്ട്. 400 to 600 ആണ് അതിൻ്റെ ഒരു റേഞ്ച് ഫോളിക് ആസിഡ്. ഓക്കെ, ഫോളിക് ആസിഡ് എന്തിനാണ് കൊടുക്കുന്നത്? ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ലൈക്ക് സ്പൈന ബിഫിഡ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറന്നു വരുത്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. വാട്ട് ഈസ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്? സർട്ടൻ സിംറ്റംസ് ഉണ്ട്, EPS എന്ന് പറയും. അത് ഞാൻ ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം. ആ EPS ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ഓക്കെ, സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻസിന് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. നെക്സ്റ്റ് വൺ ഇൻ ഫീറ്റസ് ഇൻസുലിൻ സെക്രീഷൻ ബൈ. ഫീറ്റസിന് ഇൻസുലിൻ ഏത് മന്തിലാണ് സെക്രീറ്റ് ചെയ്ത് തുടങ്ങുന്നത്? 7th മന്തിലാണ്. ഓക്കെ, ഈ EPS ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, EPS ഇമ്പോർട്ടൻ്റ് ആണ്. 7th മന്തിലാണ് ഫീറ്റസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഫീറ്റസിൻ്റെ. ദെൻ ഡെങ്കു ഷോക്ക് സിൻഡ്രോം. വാട്ട് ഈസ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം? ഡെങ്കു ഫീവറിൻ്റെ ഒരു സിവിയർ ഫോമാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിനകത്ത് ത്രോംബോസൈറ്റോപീനിയ, യൂഷ്വലി നമുക്കറിയാം ഡെങ്കു ഫീവറിൻ്റെ സൈനാണ് ത്രോംബോസൈറ്റോപീനിയ. ദെൻ ഹെപ്പാറ്റോമെഗാലി, പ്ലൂറൽ എഫ്യൂഷൻ. ഇതാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോത്തിൻ്റെ. ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ത്രോംബോസൈറ്റോപീനിയ, ഹെപ്പാറ്റോമെഗാലി ആൻഡ് പ്ലൂറൽ എഫ്യൂഷൻ ആണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോത്തിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് കാവാസാക്കി ഡിസീസ്. ട്രീറ്റ്മെന്റ് ഓഫ് കാവാസാക്കി ഡിസീസ് ഈസ് IV ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് കവാസാക്കി ഡിസീസ് IV ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഞാൻ ജസ്റ്റ് കവാസാക്കി ഡിസീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പിക്ചർ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഓർത്ത് വയ്ക്കുക. ട്രീറ്റ്മെന്റ് ഓഫ് കവാസാക്കി ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ഫീവർ ആണ്. ഈ കവാസാക്കി എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ പേര്, ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ആ സയന്റിസ്റ്റ് ഒരു 50ഓളം പേഷ്യൻസിൽ ഈ കവാസാക്കി ഡിസീസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കവാസാക്കി ഡിസീസ് എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. കവാസാക്കി ഡിസീസ് IV ഇമ്മ്യൂണോഗ്ലോബുലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിഥിയൻ ട്രീറ്റ്മെന്റ് ഇൻ മദർ ഡ്യൂറിങ് പ്രഗ്നൻസി കോസ്. അതായത് ലിഥിയൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന മദറിന് മൂഡ് സ്റ്റെബിലൈസർ ആണ് ലിഥിയം. ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന മദർ എടുക്കുന്ന ബേബീസിന്റെ കാർഡിയാക് മാൽഫോർമേഷൻ നോക്കണം. ഓക്കെ, കാർഡിയാക് മാൽഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, കാർഡിയാക് ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഫീറ്റസിന്, അതുകൊണ്ട് തന്നെ മാൽഫോർമേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ ഫീച്ചർ ഓഫ് മൈസ്തീനിയ ഗ്രേവിസ്. മൈസ്തീനിയ ഗ്രേവിസിന്റെ മോസ്റ്റ് കോമൺ ഫീച്ചർ റിവേഴ്സിബിൾ ഫറ്റീഗബിലിറ്റി ഓഫ് ലിംസ്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. അസറ്റൈൽകോളിന്റെ ആബ്സെൻസ് കൊണ്ടുണ്ടാകുന്നതാണ് ഡിമിനിഷ്ഡ് അസറ്റൈൽകോളിന് കൊണ്ടുണ്ടാകുന്നതാണ് മൈസ്തീനിയ ഗ്രേവിസ്. ഇറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നും പറഞ്ഞു. ഇത് റിവേഴ്സിബിൾ ഫറ്റീഗബിലിറ്റി ഓഫ് ലിംസ്, അതായത് റിവേഴ്സിബിൾ ആണ്, നമ്മൾ ട്രീറ്റ് ചെയ്താൽ തിരികെ കിട്ടുന്ന ഒരു ഫറ്റീഗബിലിറ്റി ലിംസിനുണ്ടാകുന്നു. ഓക്കെ, അതാണ് മൈസ്തീനിയ ഗ്രേവിസ്. നെക്സ്റ്റ് വൺ സ്മോളസ്റ്റ് മസിൽ, വിച്ച് ഇസ് സ്മോളസ്റ്റ് മസിൽ? സ്റ്റെപ്പീഡിയസ് മസിലാണ്. ഓക്കെ, സ്റ്റെപ്പീഡിയസ് മസിൽ ഇയറിൽ വരുന്ന മസിലാണ് സ്റ്റെപ്പീഡിയസ് മസിൽ. ദെൻ സ്മോളസ്റ്റ് ഓർഗൻ പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് ആണ് ഹെഡിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ഇത് നമ്മൾ അലാമായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ അലാം എന്നറിയപ്പെടുന്ന ഈ പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, സ്ലീപ്പ് വർക്കിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഇതാണ് സ്മോളസ്റ്റ് ഓർഗൻ. ദെൻ സ്മോളസ്റ്റ് വെയിൻ ഏതാണ്? കാപ്പിലറീസ് ആണ്. സ്മോളസ്റ്റ് വെയിൻ കാപ്പിലറീസ്, സ്മോളസ്റ്റ് ആർട്ടറി ആർട്ടീരിയോൾസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാവസാക്കി സിൻഡ്രോം, കാവസാക്കി ബൈക്കിന്റെ പിക്ചറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. അക്യൂട്ട് സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. വാസ്കുലൈറ്റിസ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ് വാസ്കുലൈറ്റിസ്. ഫീവർ ഗ്രേറ്റർ ദാൻ 102 ഡിഗ്രി സെൽഷ്യസ്, സ്ട്രോബെറി ലൈക്ക് ടങ്, റെഡ് ലിപ്സ്, ഇതൊക്കെയാണ് കാവസാക്കി ഡിസീസിന്റെ കാർഡിനൽ സിംറ്റംസ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. സെർവൈക്കൽ ലിംബ് അഡിനോപ്പതി ഉണ്ടാവും, സെർവിക്സിന്റെ അവിടെ ലിംബ് അഡിനോപ്പതി. സൂപ്പർഫിഷ്യൽ സ്കിൻ ലെയർ ഡിസ്കോമേറ്റ് ഈസിലി. റെഡ് സോൾസ് ആൻഡ് പാംസ്, പെരിഫറൽ എഡിമ usually occur under children of 5 years old. Okay, then conjunctiva redness, മൊത്തത്തിൽ റെഡ് ആയിരിക്കും, അത് ഓർത്ത് വയ്ക്കുക. lethargy, irritability, cardiac complication in 5 to 20% child, occasionally intermittent colicky abdominal pain associated with MI, then rash over trunk or perineal area. ഓക്കെ, ഇതൊക്കെയാണ് മൊത്തത്തിൽ റെഡിഷ് ഡിസ്കളറേഷൻ ഉണ്ടാക്കിയ കാവസാക്കി സിൻഡ്രോം. ഇതെന്തുകൊണ്ടാണ്? അക്യൂട്ട് സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓർത്ത് വയ്ക്കുക. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്, IV ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ EPS, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിന്റെ 4 കണ്ടീഷൻസ് പറയാം. നിങ്ങൾക്ക് ഇമേജ് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുക. സീഡോ പാർക്കിൻസോണിസം, അക്യൂട്ട് ഡിസ്റ്റോണിയ, അക്കതീഷ്യ, ടാർഡീവ് ഡിസ്കൈനേഷ്യ, ഇതാണ് 4 സിംറ്റംസ് വരുന്നത് EPSന്റെ. ഓക്കെ, പാർക്കിൻസോൺസിന്റെ നമുക്കറിയാം സ്റ്റൂപ്പിഡ് റിജിഡിറ്റി ഉണ്ടാവും, ബ്രാഡികൈനേഷ്യ ഉണ്ടാവും, സ്റ്റിഫ് ഗേറ്റ് ഒക്കെ ഉണ്ടാവും, ട്രമേഴ്സ് ഉണ്ടാവും. അതാണ് സീഡോ പാർക്കിൻസോൺസ് തോന്നുന്നത്. പാർക്കിൻസോൺസിന്റെ സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ പേഷ്യന്റിന് EPS സിംറ്റം ഉണ്ട്, സൈഡ് എഫക്റ്റ് ആണെന്നുള്ള മനസ്സിലാക്കുക. അതുപോലെയാണ് അക്യൂട്ട് ഡിസ്റ്റോണിയ, അതിൽ ഫേഷ്യലിൽ നമ്മൾ ഈ ഗ്രിമൈസിങ് പോലെ എപ്പോഴും ഇങ്ങനെ ടങ് ഇട്ട് ഇങ്ങനെ ലാരിഞ്ച് സ്പാസം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫേഷ്യൽ ഗ്രിമൈസിങ് ഉണ്ടാകുന്നത്, അതാണ് അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുന്നത്. ദെൻ അക്കതീഷ്യ എന്താ? റെസ്റ്റ്ലെസ് ഉണ്ടാകും, ട്രബിൾ, സ്റ്റാൻഡ് ചെയ്താൽ സ്റ്റില്ലായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ടാർഡിയോ ഡിസ്കൈനേഷ്യ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചൂയിങ് മോഷൻ, അതായത് എപ്പോഴും ഇങ്ങനെ ചൂയിങ് കഴിക്കുന്നത് പോലെ ഇങ്ങനെ വായിൽ ഇങ്ങനെ പേഷ്യൻ്റ് ഇങ്ങനെ ചൂയിങ് കഴിക്കുന്നത് പോലെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അത് ഒരു മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസിനും ഉള്ളൊരു സിംറ്റമാണ്. അതാണ് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പാർക്കിൻസോണിസം, അതുപോലെ തന്നെ ടാർഡി ഡിസ്കൈനേഷ്യയാണ് മോസ്റ്റ് പേഷ്യൻസും സൈഡ് എഫക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്യൂഡോ പാർക്കിൻസോണിസം, അക്യൂട്ട് ഡിസ്റ്റോണിയ, അക്കതീഷ്യ, ടാർഡി ഡിസ്കൈനേഷ്യ, ഇതാണ് EPSൽ വരുന്ന സിംറ്റംസ്. ഓക്കെ, നെക്സ്റ്റ് വൺ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ. ബ്ലൈൻഡ്നെസിന്റെ കോമൺ കോസ് കാറ്ററാക്റ്റ് ആണ്. 60% ബ്ലൈൻഡ്നെസ്സും കാറ്ററാക്റ്റ് വഴി ഉണ്ടാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്യൂറിങ് കോളറ ഔട്ട്ബ്രേക്ക് എമർജൻസി സാനിറ്റേഷൻ നീഡഡ് ഫോർ, അതായത് കോളറ നമുക്കറിയാം വാട്ടർ ബോൺ ഡിസീസ് ആണ്. അപ്പോൾ എമർജൻസി സാനിറ്റേഷൻ ക്ലോറിനേഷൻ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ക്ലോറിനേഷൻ ഓഫ് വാട്ടർ വെല്ലായാലും ഏതായാലും ക്ലോറിനേഷൻ ചെയ്യണം, അതാണ് അതിൻ്റെ എമർജൻസി സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. മീസിൽസിന്റെ ഏതാണ്? റുബിയോള. ഇതും ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. MMR ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാരാമിക്സോ വൈറസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. മീസിൽസും റൂബിയോളയാണ് വൈറസ്. ഓക്കെ, ദെൻ ഷിക് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഷിക് ടെസ്റ്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഷിക് ടെസ്റ്റ്. ദെൻ ന്യൂ ബോൺ ബർത്ത് രജിസ്ട്രേഷൻ എത്ര ദിവസത്തിനുള്ളിൽ വേണം എന്നുള്ളത്? വിത്തിൻ 21 ഡേയ്സ് ഓഫ് ബർത്ത്. ഓക്കെ, വിത്തിൻ 21 ഡേയ്സ് ഓഫ് ബർത്തിന് ന്യൂ ബോൺ ബർത്ത് രജിസ്ട്രേഷൻ നടത്തണം. നെക്സ്റ്റ് വൺ ഹെൽത്ത് വർക്കർ. എത്ര പോപ്പുലേഷൻ ഒരു ഹെൽത്ത് വർക്കർ? റൂറൽ ഏരിയാസിൽ 5000 പോപ്പുലേഷന് ഒരു ഹെൽത്ത് വർക്കറാണ്. ഓക്കെ, 1 ഹെൽത്ത് വർക്കർ ഫോർ 5000 പോപ്പുലേഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, നെക്സ്റ്റ് കർത്താർ സിംഗ് കമ്മിറ്റി. കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. കമ്മിറ്റിയിൽ കർത്താർ സിംഗ് കമ്മിറ്റി 1973
ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ANM മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറായിട്ട് ആക്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞത് ഈ കർത്താർ സിംഗ് കമ്മിറ്റിയിലാണ്. ഓക്കെ, ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് പർപ്പസ് ഹെൽത്ത് വർക്കറായിട്ട് ആക്ട് ചെയ്യാം എന്നുള്ളത് കർത്താർ സിംഗ് കമ്മിറ്റി 1973 ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ചാദ കമ്മിറ്റി, അത് 1963 ആണ്. 1 ബേസിക് ഹെൽത്ത് വർക്കർ ഫോർ 10,000 പോപ്പുലേഷൻ, ഇതാണ് അവരുടെ റൂൾ. 1 ബേസിക് ഹെൽത്ത് വർക്കർ ഫോർ 10,000 പോപ്പുലേഷൻ, ഇതാണ് ചാദ കമ്മിറ്റി. ദെൻ മുതലിയാർ കമ്മിറ്റി 1962 ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തത് മുതലിയാർ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് വൺ ശ്രീവാസ്തവ കമ്മിറ്റി 1975 റൂറൽ ഹെൽത്ത് സ്കീം. ഇതിൻ്റെ എല്ലാ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ജസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇയർ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കോഡ് ഇട്ട് നിങ്ങൾ പഠിക്കുക. എക്സാമ്പിൾ ശ്രീവാസ്തവ 75 ഇയേഴ്സ് ആകുമ്പോൾ നല്ല ശ്രീമാനായിട്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക ശ്രീവാസ്തവ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് അത് പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ ഹെൽത്ത് സ്കീം, വെറുതെ 1 മാർക്ക് കളയണ്ട. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യുക.